ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വാഗമൺ കുമരകം യാത്രയുടെ 2-ാം ദിവസം ഒരു ചെറിയ അരുവി വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമ്മൾ 2-ാമത്തെ ദിവസം, അതായത് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. കുമരകത്തിൽ പോയിട്ട് ബോട്ട് സർവീസ്, അതാണ് ഇന്നത്തെ മുഴുവൻ യാത്ര. ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇടുക്കി, കോട്ടയം, ഇതിൻ്റെ രണ്ടിൻ്റെയും അതിർത്തിയിലാണ് വാഗമൺ. ഇനി നേരിട്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ടൂറിസം വകുപ്പിൻ്റെ KTDCയുടെ ബോട്ട് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്താണ്. അത് ഞങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർ തന്നെയാണ്, അതായത് KSRTC തന്നെയാണ് അതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൂടിയാണ് നമ്മുടെ ടൂറിൻ്റെ പൈസ എന്ന് പറയുന്നത്, ടൂർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ടൗണൊക്കെ പിന്നിട്ട് ആലപ്പുഴയുടെ തനത് ഭംഗി, ഗ്രാമഭംഗി, അതായത് നോക്കെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. നെല്ല് വിളഞ്ഞിട്ടില്ല, ചെറിയ കതിരായിട്ടില്ല, ചെറുത് ഞാറ് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. ഞാറ് ഈ ചെറിയ അവസ്ഥയിൽ. ഓരോ നാട്ടിൽ ഓരോ ഭാഷയായിരിക്കും, ഓരോ പേരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട്, ഇവിടുത്തെ ഈ പാടങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ പോലെ കുറച്ച് ഏരിയ അല്ല, ഹെക്ടർ കണക്കിന് ആണ് ഇത് പരന്ന് നീളത്തിൽ കിടക്കുന്നത്. ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട്, എനിക്കൊന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോഴാണ് അതൊരു ഗ്യാപ്പ് വരുന്നത്. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാർ നന്നായിട്ടുണ്ടായിരുന്നു. മഴ നമ്മുടെ യാത്രയുടെ രസം കെടുത്തുവോ എന്നുള്ളത് പറയാൻ പറ്റില്ല. മഴ ചാറ്റൽ നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പാലമൊക്കെ കടന്നു ഇതാ ആലപ്പുഴയുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ, നമ്മുടെ കുമരകം കായൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എങ്ങും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് ആലപ്പുഴയുടെ പ്രത്യേകത. ഇന്ന് വൈകുന്നേരം വരെ നമ്മളിവിടെ തന്നെയാണ് ചിലവഴിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഓടുകൂടി ഇവിടെ യാത്ര പൂർണ്ണമാകും. തിരിച്ച് റിട്ടേൺ ആകും നമ്മുടെ നാട്ടിലേക്ക് തന്നെ. ഇതാ നമ്മുടെ ആലപ്പുഴയുടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചകളാണ്. ഹൗസ് ബോട്ടുകളും വലിയ വലിയ ഫാമിലി ബോട്ടുകളൊക്കെ ഉണ്ട്. ആലപ്പുഴയുടെ വരുമാന മാർഗത്തിൻ്റെ ഒരു പ്രധാന ജീവിതോപാധി എന്ന് പറയുന്ന സംഗതികളാണ് ഈ ബോട്ടുകൾ. അങ്ങനെ നമ്മുടെ ബോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കയറുന്ന KTDCയുടെ ബോട്ടാണ് ഈ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. വലിയ ബോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ 300-ലധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ്. അതെ, ശരിയാണ്. ഈ ബോട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 350 രൂപയാണ്. 4 മണിക്കൂർ യാത്രയാണ്. അതായത് പല കായലുകളും പിന്നിട്ട് 4 മണിക്കൂർ യാത്ര ചെയ്യും. 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും. അങ്ങനെ 4 മണിക്കൂറിലധികം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു കണക്കാണ്. പിന്നെ ബോട്ടിൽ വളരെ നല്ല എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ, പാട്ട്, ഡാൻസ്, പിന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് അവരുടെ ഗൈഡ് വളരെ നന്നായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആലപ്പുഴ, കുട്ടനാട്, അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കേൾക്കാം. ഞാനത് മുഴുവനായിട്ട് കേട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. നമുക്കതിലുള്ള ഡാൻസും പാട്ടുമൊക്കെ നമ്മളെന്നും കേൾക്കുന്നതല്ലേ. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്തുള്ള നമുക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ പകർത്തുകയാണ്. വളരെ സുന്ദരമാണ്. അങ്ങിങ്ങായിട്ട് പായലുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാം. ചില സ്ഥലത്ത് പായൽ വളരെ വലിയൊരു ചെറിയ തുരുത്ത് പോലെ രൂപപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊക്കെ വളരെ ആഴത്തിൽ ചിലപ്പോൾ തുരുത്തായി രൂപപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഹൗസ് ബോട്ടുകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ യാത്ര അവസാനിക്കുന്നത് വരെ ഒരു ആയിരക്കണക്കിന് ബോട്ടുകൾ, 1000 അല്ല ഒരിക്കലും, ഇവിടെ നിർത്തിയിട്ട് എണ്ണിയാൽ തന്നെ നമുക്ക് 100 കണക്കിന് ബോട്ടുകളുണ്ട്. ഇതുപോലെ യാത്രയുടെ 2 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് ബോട്ടുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന അവസരത്തിൽ
കാലാവസ്ഥാ ഉച്ചകോടി നമ്മുടെ പ്രധാനമന്ത്രിയും ലോക നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ചിട്ടാണ്. ഇതാ മറ്റൊരു ഹൗസ് ബോട്ട് അതിനെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ മുന്നിലും ഒക്കെ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ മുകളിൽ ബാൽക്കണി പോലെ ഒരു സജ്ജീകരണമുണ്ട്. നമുക്ക് അങ്ങനെയില്ല. ഞങ്ങളുടേത് ഫൈബർ ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക, KTDCയുടെ ബോട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപത്തിലുള്ള ബോട്ടല്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ, ഫൈബർ തരത്തിലുള്ളതാണ്. അതായത് പലതരത്തിലുള്ള നമ്മളെ ചുണ്ടൻ വള്ളങ്ങൾ, അതുപോലെ അത്തരത്തിലുള്ള ഓരോ വള്ളങ്ങളുടെ ഷേപ്പുകളുണ്ടല്ലോ, ആ ഷേപ്പിനനുസരിച്ചാണ് വള്ളങ്ങൾക്ക് ഓരോ പേര്. ആ തരത്തിലൊക്കെ പല രൂപത്തിലുള്ള വള്ളങ്ങളിലാണ് ഈ ഹൗസ് ബോട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഗ്ലാസ്സൊക്കെ ആയിട്ട് AC ഒക്കെ ഉള്ള രൂപത്തിൽ. ഞാൻ അവിടുന്ന് അവരോട് 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ 10,000 മുതൽ അങ്ങോട്ടാണ് ഒരു ദിവസത്തെ അതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. അവർ നമ്മളെ ബോട്ട് പോലെയല്ല, അവിടെ ഒരു ദിവസം ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് സ്റ്റേ ചെയ്യാൻ വിത്ത് ഫുഡ് ഒക്കെ ആ തരത്തിലാണ്. ഇതാ മറ്റൊന്ന് നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിന് നല്ല സ്പീഡുണ്ട്. മറ്റു ബോട്ടുകൾ എനിക്ക് തോന്നുന്നത് സ്പീഡ് ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നില്ല, പതുക്കെയാണ് അവരുടെ യാത്ര. നോക്കൂ, മറ്റൊരു ബോട്ടാണിത്. ഇതാ മറ്റ് കുറേ ബോട്ടുകൾ, അതിനിടയിൽ ചെറു ബോട്ടുകളുണ്ട്, അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടൂറിസം ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു നാട് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം ആ ടൂറിസത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ജീവിക്കുന്നു, വരുമാനം കണ്ടെത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ നാട്ടിൽ വന്ന് ഇതൊക്കെ കണ്ടുപോകുന്നു. നമ്മളെ നാട് അങ്ങനെ ലോകരൊക്കെ അറിയുന്നു ആ വന്നു പോകുന്ന ആൾക്കാരിലൂടെ. ഇവിടെ നമ്മുടെ ഗൈഡ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ആ സ്ഥലങ്ങളെക്കുറിച്ച് വിവരിച്ച് തരുന്നുണ്ട്. അതിനിടയിലാണ് പാട്ട് ഞാനിതിലധികം കേൾക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എന്നുള്ളത് കൊണ്ട്. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാവരും നമ്മുടെ ഒന്നിച്ചുള്ള ആൾക്കാർ മുഴുവൻ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞങ്ങളെ ഉള്ളൊരു ന്യൂലി ആയിട്ടുള്ള കപ്പിൾസ്. ഇത് നമ്മുടെ ജബ്ബാർക്കയാണ്. ജബ്ബാർക്ക നമ്മുടെ കണ്ടക്ടറാണെന്ന് പറയാൻ പാടില്ല ശരിക്കും. അദ്ദേഹം ഒരു കണ്ടക്ടർ എന്നുള്ള ഡ്യൂട്ടി ബേസ് ചെയ്തിട്ടല്ല അദ്ദേഹം നമ്മുടെ കൂടെ ഉള്ളത്. ശരിക്കും നമ്മുടെ കൂടെ ടൂറിന് വന്ന ഒരു ഗൈഡ് ആയിട്ട് തന്നെയാണ്. എല്ലാ കളിച്ചിരി തമാശകൾക്കും നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഇതൊക്കെ ടീച്ചർമാരാണ്, അവരൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും. കുറേ റിട്ടയർ ഹാൻഡ്സ് ഉണ്ട്. ഈ കാക്കി ഷർട്ടിട്ട ആൾ ബോട്ടിലുള്ള ജീവനക്കാരനാണ്. നമ്മളെ കൂടാതെ മറ്റ് പലരും ഈ ബോട്ടിൽ ഉണ്ട്. ഏകദേശം ഒരു 300 പേരിലധികം ഉണ്ടെന്നാണ് കേട്ടത്. അതിൻ്റെ മുന്നിലത്തെ ഭാഗമാണിത്. അവിടെ പോയി നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ശ്രദ്ധിക്കണം, കാരണം വളരെ ആഴം കൂടിയ സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. അദ്ദേഹം ഒരു പോലീസുകാരനാണ്, റിട്ടയർഡൊക്കെ ആയതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏട്ടനാണ്, സഹോദരനാണ്, ജ്യേഷ്ഠൻ. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ഫാമിലീസ് തന്നെയാണ്. ഞാനും വൈഫാണിത്. ഞാനൊരു കണ്ണടയ്ക്ക് വെച്ച് ഒന്ന് ഗ്ലാമറാക്കിയതാണ്. ഇതാ നമ്മൾ അതിനിടയിൽ മറ്റൊരു സ്ഥലത്തേക്ക് കയറാൻ പോകണം. ഒരു തുരുത്തിലേക്ക് നമ്മൾ കയറാൻ പോകണം. പാതിരാമണൽ എന്ന് പറയും. പാതിരാമണൽ തുരുത്ത്. ഇതാ പാതിരാമണൽ. ഇവിടെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാൻ. ഇവിടെ വള്ളി കൊണ്ടുള്ള ഊഞ്ഞാലുകൾ, അതുപോലെ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നടന്ന് സമയം ചെലവഴിക്കാം, ഊഞ്ഞാലാടാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെ സൈഡാക്കി തന്നതാണ് ബോട്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നോക്കുകയാണ്. നല്ല മരങ്ങൾ നിറഞ്ഞ വനനിബിഡമായ ഒരു സ്ഥലം. അങ്ങനെ ഉച്ചഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഉച്ചഭക്ഷണത്തിൽ കരിമീൻ പൊള്ളിച്ചതും പിന്നെ സാധാരണ ചോറും, അതിൻ്റെ കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള ചില സൈഡ് ഡിഷുകളൊക്കെ ഉണ്ട്. ഇതാണ് കരിമീൻ. ഞാൻ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. ഈ കരിമീൻ കൊള്ളാം കേട്ടോ. കരിമീൻ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ കരിമീൻ, ഈ ഫുഡ് ഭക്ഷണമൊക്കെ ഉൾപ്പെടെയാണ് അവർ 350 രൂപയാണ് 4 മണിക്കൂറിന്. അല്ലാത്ത ബോട്ടുകളിൽ വളരെ വലിയ ചിലവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കരിമീൻ ഇതാ കണ്ടോളൂ. ഒരു വലിയ കരിമീൻ അങ്ങനെ തന്നെ പൊള്ളിച്ചെടുത്തിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. കരയിലും ഉപ്പ് വെള്ളത്തിലും അല്ലാതെയും ജീവിക്കുന്ന
രണ്ട് തരത്തിലും വളർത്താൻ പറ്റുന്ന മീനാണ് കരിമീൻ. ഞാനതിൻ്റെ നാമാവശേഷമാക്കി. അതിൻ്റെ എല്ല് മുള്ള് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, ഞങ്ങൾ തിരിച്ച് അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളിൽ പിന്നിട്ട് കുട്ടനാടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശങ്കരാചാര്യർ, അദ്ദേഹം ആദ്യകാലത്ത് കുട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം കുറച്ചു കാലം ഈ ആലപ്പുഴ ഭാഗത്ത്, ഈ കുട്ടനാട് എന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുകയും വർഷങ്ങളോളം ഇവിടെ ജീവിക്കുകയും ചെയ്തിരുന്നുവെന്നും, ഗൃഹസ്ഥാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര്, അതായത് സന്യാസി ആകുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ പേര് കുട്ടൻ എന്നായിരുന്നു. അങ്ങനെ കുട്ടൻ വസിച്ച നാട് കുട്ടനാട് എന്ന് ആണ് ഐതിഹ്യം പറയുന്നത്. അത് ഒരു കഥയാണ്. അങ്ങനെ ഒട്ടനവധി കഥകളുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ടൂറിസ്റ്റ് ഹോം സ്റ്റേകൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടും അല്ലാതെ പ്രൈവറ്റായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ദൂരത്ത് കാണുന്നത്. ചെറിയൊരു തുരുത്ത് നമുക്കവിടെ കാണാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത്. പക്ഷേ ചില അപ്പർ കുട്ടനാട് എന്നൊക്കെ പറയുന്ന ചില ഏരിയകളുണ്ട്. അതായത് ഭൂമി കരഭാഗം താഴ്ചയിലും എന്നാൽ വെള്ളത്തിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ. അത് വരുമ്പോൾ ഞാൻ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഇതാ മറ്റൊരു ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. വെള്ളത്തിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങുന്നത് കാണുമ്പോൾ തന്നെ വളരെ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ബോട്ടിലാണുള്ളതെന്ന് സങ്കല്പിച്ചുകൊണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി യാത്ര ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ മറ്റൊരു തുരുത്താണോ അല്ല പായലിങ്ങനെ കെട്ടി നിൽക്കുന്നതാണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ തരത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ 100 കണക്കിന് അടി ആഴമുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിക്കണം വളരെ. ലൈഫ് ജാക്കറ്റൊക്കെ ഞങ്ങൾ ധരിച്ചിട്ടുണ്ട്, എങ്കിലും വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ യാത്ര ഞങ്ങൾ തുടരുകയാണ്. ഓരോ പ്രദേശങ്ങളും പിന്നിട്ട് ഇതാ മറ്റൊരു ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. തൊട്ട് അപ്പുറം, അതായത് ആ തെങ്ങ് പോലെയുള്ള സംഗതികളൊക്കെ കാണുന്നത് കരഭാഗമാണ്. ഒരു വലിയ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കരഭാഗമുണ്ട്. അത് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു കനാൽ പോലെ വേർതിരിച്ചിട്ടുണ്ട്. കാരണം ആ കനാലിനെ മറികടന്നിട്ടേ വെള്ളം അപ്പുറം കരഭാഗത്തേക്ക് എത്തുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ വെള്ളപ്പൊക്കം പോലെയുള്ള 2018 വെള്ളപ്പൊക്കം പോലെയുള്ള ആ ഒരു സന്ദർഭത്തിലൊക്കെ വലിയ തരത്തിൽ വെള്ളം കയറുകയും കരഭാഗങ്ങൾ ഒരുപാട് ആഴത്തിൽ വെള്ളത്തിനടിയിലാകുകയും ഒക്കെ ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കണ്ടില്ലേ, കരഭാഗം ഏകദേശം ഇതിന് സമതലമായിട്ടാണ് കരഭാഗം ഇരിക്കുന്നത്, ഒരിക്കലും ഉയർന്നിട്ടല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിമനോഹരമായ നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുകയാണ് കുട്ടനാട്. വീണ്ടും നമ്മൾ കരഭാഗമുള്ള ഒരു ഏരിയയിലൂടെ കരയോടടുപ്പിച്ചാണ് ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെങ്ങ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷി തന്നെയാണ്. കരഭാഗത്ത് ഇഷ്ടം പോലെ തെങ്ങ്, കവുങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ വീട്ടുകാരുടെയും ഒരു പ്രധാന വരുമാന മാർഗം ഈ മത്സ്യബന്ധനം, ഈ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. ചില തെങ്ങിന് നമുക്ക് ഇതിൻ്റെ തല കാണാനില്ല, കണ്ടില്ലേ, ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ യാത്ര തുടരുകയാണ്. നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, കരഭാഗം. ഞാനൊരു സംഗതി കാണിച്ചു തരാം. കരഭാഗത്ത് ഇവിടെ നല്ല ആരോഗ്യമുള്ള 2 തെങ്ങുകൾ കാണാം. അതുകൂടാതെ ഇതാ ഇപ്പോൾ കാണാം. നോക്ക്, ഇവിടെ ആ അതർ സൈഡിൽ കാണുന്ന തെങ്ങുകൾ പലതും നശിച്ചു പോയിട്ടുണ്ട്. നോക്ക്, അതിന് തലഭാഗമില്ല. ഇതെന്ന് പറയുന്നത് ഈ വെള്ള ഭാഗമാണ് കൂടുതൽ എകരത്തിലുള്ളത്. നോക്ക്, ആ തെങ്ങ് നിൽക്കുന്ന കരഭാഗം താണിട്ടാണുള്ളത്, ഉണ്ടല്ലേ. അതൊരു വലിയ അത്ഭുതം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം വെള്ളം ഉയർന്നിട്ടും കരഭാഗം താണിട്ടും, അപ്പോൾ ചെറിയൊരു വെള്ള ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ വെള്ളം ഒഴുകി ആ കരഭാഗത്തേക്ക് പോവുകയും അങ്ങനെ കൃഷി ഇടത്തിൽ മാസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുകയും അങ്ങനെ തെങ്ങുകളൊക്കെ നശിച്ചു പോയതാണ് ഈ കാണുന്ന കാഴ്ച എന്നാണ് ലൈഫ് ഗാർഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഒരുപാട് തെങ്ങുകൾ നിങ്ങൾക്ക് കാണാം, ചെറിയ കുറ്റി പോലെ. അതൊക്കെ തെങ്ങുകളാണ്, പക്ഷേ എല്ലാ തെങ്ങുകളും നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും മറ്റ് കൃഷികളൊന്നും സാധ്യമായില്ല. തെങ്ങ് പോലെയുള്ള കൃഷി അല്ലാതെ. തെങ്ങിന് തന്നെ ഇതുപോലെയുള്ള വലിയ ഭീഷണിയുണ്ട്. എന്നാൽ മറ്റ് പിന്നെ നെല്ല് പോലെയുള്ള തരത്തിലുള്ള കൃഷികളൊന്നും ഒട്ടും സാധ്യമാകാത്ത ഏരിയയാണ്. ഇതാ ചെറിയൊരു ബോട്ട്, അവരിങ്ങനെ ഡൈവിങ്ങും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാണ്. നമ്മളെ യാത്രക്കാരെല്ലാം ബോട്ടിൻ്റെ ബാൽക്കണിയിലാണുള്ളത്, പുറം സൈഡിലാണുള്ളത്. ആഹാ, ആൾക്കാർ പലരും കമൻ്റൊക്കെ പറയുന്നുണ്ട് അതിന്, അയ്യോ എന്നൊക്കെ. അവർ വളരെ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ടാണ്. പിന്നെ അവരെ ബോട്ട് ജീവനക്കാർ ഒന്നിച്ചുണ്ട്. എങ്കിലും വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വെള്ളത്തിലല്ലേ. എത്രയായാലും ഇതൊക്കെ അഡ്വഞ്ചർ തന്നെയാണ്. ബോട്ടുകൾ ഇവിടെയും കുറേ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ ചെറു ബോട്ട് അവരുടെ യാത്രയും ഡൈവിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബോട്ടാണ് ഈ പോകുന്നത്. ഇതിലൊരുപാട് പേര് കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ വലിയ ബോട്ടാണ്. നമ്മളെ ബോട്ടിനെ അപേക്ഷിച്ചിട്ട് ഇതൊക്കെ അത്രത്തോളം സേഫ് അല്ല. എനിക്ക് കാഴ്ചയിൽ തോന്നുന്നതാണോ എന്നറിയില്ല. നമ്മളെ ബോട്ട് കുറച്ചുകൂടി വളരെ സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, അതിൻ്റെ ആ ഒരു വെളുപ്പ് നിറവും ഒക്കെ കൊണ്ടായിരിക്കാം. അതിൻ്റെ സേഫ്റ്റിയൊക്കെ രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇത്രയും വലിയ ഒരു വെള്ളത്തിലൂടെ ഇതൊന്നും ഇങ്ങനെ ലൈസൻസ് ഒന്നും കിട്ടില്ലല്ലോ അല്ലേ. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ്. വെള്ളത്തിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്. ഇതിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. എന്നോട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊരു ഒറ്റയ്ക്ക് ഇവിടെ വരണം, ഇതിൽ ഫാമിലി ബോട്ടിൽ തങ്ങണം എന്നൊക്കെ. പക്ഷേ എനിക്ക് തങ്ങുന്നതിനേക്കാണ് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരു ദിവസം നമ്മൾ ഇതിൽ തങ്ങുക, ഈ കായലിൽ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ട്, പ്രത്യേകിച്ച് എനിക്കൊരു രസമായിട്ട് അത് ഫീൽ ചെയ്യും തോന്നുന്നു. കാരണം യാത്രയിലൂടെ ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ അത് ക്യാമറയിൽ ഒപ്പിയെടുക്കുക, അത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അതാണ് രസം. അല്ലാതെ അവിടെ തങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു രസം ഉണ്ടാവുമെന്ന് തോന്നില്ല. ബോറടി ആയി മാറാനാണ് സാധ്യത. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ വസിക്കുന്ന പ്രദേശത്തോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഇനി വീടുകളൊക്കെ കാണാം നമുക്ക്. ഇവിടെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട്. ഇവിടെയുള്ള റിസോർട്ടുകൾ അധികവും KTDCയുടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അത്യാവശ്യം കുറച്ച് പ്രൈവറ്റ് റിസോർട്ടുകളും ഉണ്ട്. ഇതാ മറ്റൊരു റിസോർട്ട്, ഒക്കെ KTDCയുടെ തന്നെയാണ്. ഇവിടെയൊക്കെ ടൂറിസം മേഖലയിലായതുകൊണ്ട്, തന്ത്രപ്രധാന മേഖലയിലായതുകൊണ്ട് വലിയ വാടകയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതാ ഇവിടെ ഒരു വീട് കാണാം. ആ വീടിൻ്റെ മുന്നിൽ ഒരു ഫൈബർ വള്ളം കാണാം. ഇവിടെയുള്ള വീടിൻ്റെ ഒക്കെ മുന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലായിടത്തിലും എല്ലാ വീടിൻ്റെ മുന്നിലും ഒരു ഫൈബർ വള്ളം അല്ലെങ്കിൽ ഒരു സാധാരണ തോണി കാണാൻ പറ്റും. കാരണം അവർ നമ്മൾ ഇപ്പോൾ ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ പോകുന്നത് പോലെ പുറത്തേക്ക് പോകുന്നതിന് പകരം അവർ ഈ വള്ളങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മറുകരയ്ക്കും മറ്റാവശ്യങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിൻ്റെയും മുന്നിൽ ഇതുപോലെയുള്ള ചെറുവള്ളങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക സംഗതി കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു വീട് കാണാം. ആ വീടിനെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ വീടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഈ വീടിൻ്റെ താഴ്ഭാഗത്ത് കൂടെ നമുക്ക് അപ്പുറത്തുള്ള വയലൊക്കെ കാണാം. അതായത് വീട് 4 തൂണിൻ്റെ മുകളിലാണുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 2018 പ്രളയം ഉണ്ടായല്ലോ. അപ്പോൾ ആ പ്രളയം ഉണ്ടായപ്പോൾ വീടുകളിലൊക്കെ വെള്ളം കയറി. ആ വീടുകൾ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വീടുകൾ നിർമ്മിക്കുന്ന അവസരത്തിൽ ആൾക്കാർ ഇനിയൊരു പ്രളയം അല്ലെങ്കിൽ ഇതുപോലൊരു മഴ പെയ്ത്ത് ദുരിതം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വീട് 4 തൂണിൻ്റെ മുകളിലാണ് ഇപ്പോഴുള്ളതൊക്കെ വെക്കുന്നത് എന്നും, അതിൻ്റെ മുകൾ സൈഡിൽ, അതായത് അതിന് ഒരു അപ്സ്റ്റെയറും കൂടെ ഉണ്ടാകുകയും, അപ്പോൾ അത്രയും ഉയരത്തിലേക്കാകുന്നുണ്ടല്ലോ. അതാണ് ആ വീട് അങ്ങനെ നിർമ്മിക്കുന്നതെന്നാണ് നമ്മളോട് ലൈഫ് ഗാർഡ് പറഞ്ഞിട്ടുള്ളത്. ഇതാ മറ്റൊരു കൊച്ചു വള്ളം നമ്മളെ കടന്നു പോകുന്നു. ഇതൊന്നും സ്റ്റേ ചെയ്യുന്ന തരത്തിലുള്ള ഹൗസ് ബോട്ടുകളല്ല, യാത്രകൾക്ക് മാത്രമുള്ളതാണ്. അതിൽ ചെയറൊക്കെ ഉണ്ട്, ഇരുന്ന് നമുക്ക് വളരെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട്
യാത്ര ചെയ്യാം. നമ്മളതിനെ ഓവർടേക്ക് ചെയ്തിങ്ങ് പോന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അകത്തുള്ള കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യാത്ര ഏകദേശം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ നമ്മളെ ലക്ഷ്യസ്ഥാനം വീടുകളിലേക്ക് തിരിക്കും. ഇതാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള KTDCയുടെ ബോട്ട്. ഉണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ബോട്ട് കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന്. അത് വെള്ള കളറ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എന്തോ അതിൻ്റെ ഒരു രൂപകൽപ്പന അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ വീണ്ടും അങ്ങനെ KSRTC ബസ്സിലേക്ക് തന്നെ കയറിയിരിക്കുന്നു. സായാഹ്നം, വളരെ മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിൽ സൂര്യനതാ അസ്തമിക്കാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഈ ഒരു